ഹായ് ഫ്രണ്ട്സ്, അചിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ ഇത്രയും സന്തോഷത്തോടു കൂടി ഞങ്ങൾ മൂന്നാളും അറിയാലോ, എൻ്റെ അനിയത്തിമാർ, സഹോദരിമാർ, പിന്നെ നമ്മുടെ കൂട്ടുകാർ, എൻ്റെ അയൽപ്പക്കക്കാർ എല്ലാം കൂടെ ഞങ്ങളങ്ങ് പോവാണ്. പോയിട്ട് എത്തിച്ചേർന്നത് എവിടെയാണെന്നറിയോ? എൻ്റെ സ്വന്തം നാട്ടിൽ, എൻ്റെ പെരുവനം ഗ്രാമത്തിൽ. കുറച്ച് അഹങ്കാരം ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. അതെ, എൻ്റെ സ്വന്തം നാടായ പെരുവനത്തേക്കാണ് എത്തിയിരിക്കുന്നത്. തൃശ്ശൂരുണ്ടല്ലോ, ഇപ്പോഴും പഴയ പ്രൗഢിയും പിന്നെ അതേപോലെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അവിടുത്തെ വാസ്തുവിദ്യകളും എല്ലാം ഇപ്പോഴും അതേപടി പരമാവധി ഒരു പരിധി വരെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു നാടും കൂടിയാണ് കേട്ടോ പെരുവനം ഗ്രാമം. ആ പെരുവനം ഗ്രാമത്തിലെ പെരുവനത്തപ്പനെയും ഇരട്ടയപ്പനെയൊക്കെ കാണാൻ നമ്മൾ എപ്പോഴും വരാറുണ്ടല്ലോ അല്ലേ. ഇന്ന് പോകുന്നത് എവിടേക്കാണെന്നറിയോ? ബലരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. നറുംകുളങ്ങര ബലരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ പെരുവനം ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രകുളമാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. പണ്ട് ഇവിടെയൊക്കെ നിറച്ച് കുട്ടികളിങ്ങനെ കളിക്കുന്നുണ്ടാകും. കുളത്തിലെ ആളുകൾ കുളിക്കുന്നുണ്ടാവും. ഭയങ്കര ഐശ്വര്യമുള്ള നല്ല പ്രൗഢിയുള്ള ഒരു പെരുവനം ഗ്രാമത്തിൻ്റെ എല്ലാ പ്രൗഢികളും വിളിച്ചോതുന്ന ഒരു കുളം തന്നെയായിരുന്നു ഇത്. ഇപ്പോൾ ഒരു ചെറിയ അല്ലറ ചില്ലറ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ചെറിയ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ നാട്ടുവഴിയിലൂടെ, ഈ നാട്ടുമാവിൻ ചുവട്ടിലൂടെ നമ്മളിങ്ങനെ പോവാണ് എൻ്റെ ബലരാമസ്വാമി ക്ഷേത്രത്തിൽ. പണ്ടേ വരുമ്പോഴൊക്കെ ഞങ്ങൾ അയൽപ്പക്കത്തെ പറമ്പുകളിലൊക്കെ മാറി കയറി ഇറങ്ങിയിട്ടാണ് മഴക്കാലത്ത് നമുക്ക് ഈ അമ്പലത്തിലേക്ക് എത്തുവാനും സാധിക്കും. ഇതൊരു വീടാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിൽ കാണുന്ന നല്ല മനോഹരമായ പഴമ വിളിച്ചോതുന്ന വീടുകൾ. ഇപ്പോഴും ഈ നാട്ടിൽ പെരുവനം ഗ്രാമത്തിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള വീടുകളൊക്കെ ഇഷ്ടം പ്രകാരമുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള വീടുകൾ കൂടുതലും ഈ പെരുവനം ഗ്രാമത്തിൽ മാത്രമേ കാണാൻ സാധിക്കൂ. ഇന്ന് തൃശ്ശൂർ എവിടേക്കുള്ളതെന്ന് എനിക്കറിയില്ല. ഞാൻ പോകുന്ന സ്ഥലം പെരുവനം മാത്രമാണ്. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. നാട്ടുമാവിൻ ചോട്ടിലൂടെ നടന്നതൊന്നും വെറുതെ ആയില്ല കേട്ടോ. ഞങ്ങൾക്കും കിട്ടി 2 മാങ്ങയൊക്കെ കിട്ടി. അതൊക്കെ പറക്കിയെടുത്തു. നല്ല ചന്ദ്രക്കാരൻ, നല്ല മണമുള്ള മാങ്ങ. ഇങ്ങനൊരു വയലറ്റ് പൂവൊക്കെ പറക്കിയെടുത്ത് ഈ പാടവരമ്പിലൂടെ അങ്ങ് അറ്റത്ത് കാണുന്നതാണ് നമ്മുടെ ബലരാമസ്വാമി ക്ഷേത്രം. നല്ല വ്യൂ അല്ലേ ആ കാണുന്ന ക്ഷേത്രം കാണാനായിട്ട്. ഈ പാടവരമ്പിലൂടെ പോയിട്ട് വർഷങ്ങളായി പാടവരമ്പിലൂടെ നടന്നിരുന്നത്. ഞങ്ങൾ പണ്ട് ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് ഞാനും അമതിയും ഞങ്ങളുടെ അവരുടെ കസിൻസും ഞങ്ങളും എല്ലാവരും കൂടെ ഇങ്ങനെ ചുറ്റി പറമ്പിലൊക്കെ ഓടി കളിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നേ. സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള കാലഘട്ടം നമ്മൾ പറയില്ലേ 80കളിലും 90കളിലും എന്നൊക്കെ പറഞ്ഞ് തള്ള വൈബ് എന്നൊക്കെ പറയുന്ന എന്നെ പോലെയുള്ള ആ ഒരു ആൾക്കാർക്കൊക്കെ അനുഭവിക്കാൻ നല്ല അനുഭവ ഗുണങ്ങളുണ്ടായിരുന്നേ. ആ കാലഘട്ടത്തിലൊക്കെ നമുക്ക് മിസ് ചെയ്യുന്നവരാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ നമ്മൾ ആ മധുരം, ആ ഓർമ്മകൾ, ആ അനുഭൂതി ഇവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈ വായു, ഈ വായുവിലുമുണ്ട് നല്ല ഓക്സിജൻ. അയ്യോ, ഈ മണത്തിനുമുണ്ട് ഒരു പുത്തൻ മണം എന്ന് പറയില്ലേ. നമ്മുടെ ബലരാമസ്വാമി ക്ഷേത്രം അങ്ങ് ദൂരെ അങ്ങോട്ടാണ് കേട്ടോ യാത്ര. ഈ പാടത്തിൻ്റെ ഇരു പാടങ്ങളിലും അത് പാടവരമ്പിലൂടെ നടന്നു പോകുമ്പോഴേ ഇപ്പോഴും ഈ പച്ചപ്പൊക്കെ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് ഇടക്കാലത്ത് കിട്ടിയ ഈ മഴയും ആമ്പൽപ്പൂക്കളും കൊക്കുകളും പിന്നെ പുല്ല് മേഞ്ഞ് നടക്കുന്ന ഒരുപാട് പശുക്കുട്ടികളും. ഈ പുഴ കണ്ടില്ലേ, പുഴയല്ല കേട്ടോ, കുളം കണ്ടില്ലേ. ഈ കുളത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. നമ്മുടെ ബലരാമസ്വാമിയുടെ ആയുധമായ കലപ്പയുണ്ടല്ലോ, ആ കലപ്പയുടെ ആകൃതിയിലുള്ളതാണ് ഈ കുളം. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഈ ബലരാമസ്വാമി ക്ഷേത്രത്തെ കുറിച്ചിട്ടേ നമുക്ക് വലിയ കഥകളും കാര്യങ്ങളൊക്കെ ഐതിഹ്യങ്ങളൊക്കെ ഇല്ലാതെ, രേഖകളൊക്കെ ഇല്ലാതെയായിപ്പോയി. അധികം രേഖകളൊന്നുമില്ല. പക്ഷേ പെരുവനം ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ ബലരാമസ്വാമി ക്ഷേത്രത്തെയും കുറിച്ച് പറയും. പറയാൻ മറന്നുപോയി, ഈ ബലരാമസ്വാമി ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന്. പെരുവനം ഗ്രാമത്തിൽ തന്നെയാണ്. പൂച്ചിന്നിപ്പാടെന്ന് പറയൂ കേട്ടോ. ഈ വരമ്പിലൂടെ അങ്ങ് എത്തുന്നത് നമ്മുടെ ക്ഷേത്രത്തിലേക്കാണ്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലാണ് കേട്ടോ പൂച്ചിനിപ്പാട് ഉള്ളത്. പൂച്ചിനിപ്പാടത്ത് നിന്ന് കുറച്ച് ദൂരം ഒരു ഓട്ടോ വിളിച്ച് ഒരു 30 രൂപയുടെ വഴിയുള്ളൂ. അല്ലെങ്കിൽ പെരുവനമ്പലത്തിൽ വന്നിട്ട് ഇതേപോലെ ഒന്ന് നടന്നു വന്നാൽ ഒരു 5 മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ കേട്ടോ. കണ്ടോ കുളം, അടിപൊളി കുളമാണേ. നല്ല ശുദ്ധിയുള്ള വെള്ളവും കൂടിയാണ് കേട്ടോ. അങ്ങനെ
ആ കാറ്റും എന്താ പറയുക വായുവും എല്ലാം ശ്വസിച്ച് മന്ദം മന്ദം ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം അജിന്ത്യ പ്രസാദ്. പെരുവനം പൂരത്തിന്റെ തലേന്ന് നടക്കുന്ന പുണർദ നാളിൽ കേട്ടോ നടക്കുന്ന ആറാട്ട് ഇവിടേതാ ഈ കുളത്തിലാണ് കേട്ടോ നടക്കാറുള്ളത്. പെരുവനം ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് കേട്ടോ ബലരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാട്ടാണ് ദർശനം. പിന്നെ പെരുവനം ക്ഷേത്രത്തിന്റെ അത്ര തന്നെ പഴക്കമുണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തിനും. അപ്പോൾ ഇതിന്റെ രേഖകളൊന്നും ഇല്ലെങ്കിലും അതിന്റെ പ്രൗഢി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒട്ടും ചോർന്നു പോകാതെ തന്നെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയുള്ളതേ വട്ട ശ്രീകോവിലാണ് കേട്ടോ. പിന്നെ ചതുർബാഹുവായ വിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ നമ്മുടെ ബലരാമസ്വാമി. പിന്നെ അതേപോലെ തന്നെ ഗുരുസ്ഥാനാണ് കേട്ടോ അദ്ദേഹത്തിനുള്ളത്. വൈഷ്ണവ ആചാരപ്രകാരമായിട്ടുള്ള പൂജകൾ തന്നെയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇവിടെ തിടമ്പില്ല, ശീവേലിയില്ല, ആറാട്ടില്ല. അതൊക്കെ ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നെ ഈ ക്ഷേത്രത്തിൽ അടുത്തൂടെ ഒഴുകുന്ന ഈ കുളത്തിന് വളരെ പ്രത്യേകതയുണ്ട്. ബലരാമസ്വാമി ക്ഷേത്രം എന്നാണ് എപ്പോഴും പറയുന്നത്. ബലരാമസ്വാമിയുടെ നമ്മുടെ ആയുധമായ കലപ്പയുടെ ആകൃതിയാണ് കേട്ടോ. പിന്നെ ഭയങ്കര ചൈതന്യവത്താണ് ഇവിടെ ഉള്ളത്. നാഴിയും പിടിയും എന്നാണ് ഇവിടുത്തെ ഒരു വഴിപാട്. ഭയങ്കര ശക്തിയാണ്. എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് കാണാതായി പോയി കഴിഞ്ഞാൽ ഇവിടെ വഴിപാട് നടത്തിയാൽ തിരിച്ചു കിട്ടും എന്നുള്ളൊരു വലിയ വിശ്വാസം കൂടിയുണ്ട് കേട്ടോ. പഴമയുടെയും പ്രൗഢിയുടെയും ലാളിത്യത്തിൻ്റെയും ഒക്കെ വലിയൊരു പ്രതീകമാണ് ഈ ക്ഷേത്രം. പിന്നെ നമ്മുടെ അക്ഷയ തൃതീയ, അഷ്ടമി രോഹിണി, ഇതിനൊക്കെ ഇവിടെ പ്രത്യേകതകളുണ്ട്. വളരെ നല്ല രീതിയിൽ ഇവിടെ നടത്തപ്പെടുന്നു. ഇത് നാട്ടുകാരാണ് നടത്തുന്നത് കേട്ടോ. ഈ ക്ഷേത്രം നടത്തുന്നത് നാട്ടുകാരാണ്. പിന്നെ ഇവിടെ ഉപദേവതകളായിട്ട് നമ്മുടെ രക്തേശ്വരി, നാഗങ്ങൾ, ബ്രഹ്മരക്ഷസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇതൊക്കെ തന്നെ നാട്ടുകാരെ എല്ലാവരും കൂടി നടത്തുന്ന ഒരു വലിയ നല്ലൊരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ ബലരാമസ്വാമി ക്ഷേത്രം. ഞങ്ങൾ അവിടെ നിന്ന് നേരെ വന്നത് നമ്മുടെ പെരുവനത്തെ ക്ഷേത്രത്തിലാണ്. പെരുവനത്തേക്ക് നമ്മൾ കയറാതെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചു പോവുക അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെരുവനത്തപ്പനെയും കൂടി കണ്ട് തൊഴുതിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ അതുകൊണ്ട് ഇതാ അവിടെ നിന്ന് നമ്മൾ നടന്ന വഴി തിരികെ ഇത് കരയോഗമാണ് കേട്ടോ. ഇത് ഇവിടെ വായനശാല, ഇവിടെ എല്ലാവരും കുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമൊക്കെ കൂടിയാണ് കേട്ടോ. ഒരു കുഞ്ഞു മണി കിടന്ന് ഉറങ്ങാണ്. അങ്ങനെ നമ്മൾ കാഴ്ചകളും ഭംഗികളും പ്രൗഢികളും പിന്നെ വീടിൻ്റെയൊക്കെ ഈ വീടൊക്കെ ഇല്ലേ എത്ര വർഷങ്ങളായി എന്നറിയോ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ വീടുകളൊക്കെ നോക്കിയും കണ്ടൊക്കെ നമ്മളങ്ങനെ നടന്നങ്ങ് പെരുവനത്തപ്പൻ്റെ തിരുനടയിലേക്ക് അങ്ങ് കയറുകയാണ് കേട്ടോ. ഇപ്പോൾ ചെന്ന് കയറുന്നത് നമ്മൾ ഭഗവതി ശ്രീ പാർവതിയുടെ നടയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ കയറുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ നാട്ടുകാരെല്ലാവരും കണ്ടത് പത്മശ്രീ കുട്ടന്മാരാർ എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ കൂടിയാണ്. അപ്പോൾ ഞങ്ങളവിടെ കണ്ടപ്പോൾ പരിചയപ്പെട്ട ആള് വിളിച്ച് പുതുക്കി എന്താ അവിടെ, ഞാൻ വിചാരിച്ച ആള് തന്നെയല്ലേ, എന്താണ് അവിടെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് ആളുടെ അടുത്ത് വിളിച്ച് നിർത്തി എന്നെ വീഡിയോ എടുപ്പിച്ച് സന്തോഷത്തോടു കൂടി, വളരെ സന്തോഷവും അഭിമാനവും തോന്നിയ ഒരു നിമിഷം കൂടിയായിരുന്നു കേട്ടോ. ഇതാ ചേർപ്പും ഭഗവതിയുടെ പ്രദക്ഷിണ ഉണ്ടായിരുന്നു. ആറാട്ടുപുഴ പൂരം കഴിഞ്ഞ് ഭഗവാനെ ഇവിടെ വന്ന് 5 പ്രദക്ഷിണം ചെയ്തതിന് ശേഷം തിരിച്ച് ചേർപ്പും ഭഗവതി അതായത് ആസ്ഥാനത്തേക്ക് തിരിച്ച് ചെന്ന് അവിടെ കൊടി കുത്തി, അതായത് കൊടി വലിച്ചിടും. അപ്പം അതോടുകൂടി നമ്മുടെ ഈ പൂരം കഴിഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത് കേട്ടോ. ഭഗവതിയുടെ പ്രദക്ഷിണമാണ് കേട്ടോ അവിടെ നടക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു ദൃശ്യം കാണാനായിട്ട് സാധിച്ചത്. ഈ പെരുവനം ഗ്രാമം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ഭഗവത സപ്താഹം വായനകൾ, ഭജനകൾ, നാമജപങ്ങൾ, മന്ത്രങ്ങൾ, എപ്പോഴും മുഖരിതമായ ഒരു അന്തരീക്ഷമാണ്. ഭയങ്കര അഭിമാനത്തോടു കൂടി പറയട്ടെ ഈ ഗ്രാമത്തിനുള്ളത് കേട്ടോ. എന്നും രാവിലെ വൈകിട്ട് ഞങ്ങൾ അമ്പലത്തിൽ വന്ന് തൊഴണം. തൊഴുത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് ഭക്ഷണം തരൂ. അതേപോലെ ജപിക്കണം, മന്ത്രങ്ങൾ ജപിക്കണം, വിഷ്ണു സഹസ്രനാമം വായിക്കണം, ലളിത സഹസ്രനാമം വായിക്കണം. അതൊക്കെ നിർബന്ധമായിരുന്നു വീട്ടിൽ. എന്നും പൂജകളും മന്ത്രങ്ങളും ഒക്കെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് കേട്ടോ. ഭാഗ്യം കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ മുൻജന്മ ഭാഗ്യം കൊണ്ട് ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം കേട്ടോ. അതൊരു വലിയ അഭിമാനമാണ് എനിക്ക് ഈ ക്ഷേത്രത്തിനുള്ളിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ. ഇപ്പോഴും കുട്ടികൾ ഓടി കളിച്ചിരുന്ന അതേപോലെയായിരുന്നു ഞാൻ കുട്ടിക്കാലത്ത് ഇങ്ങനെ ഓടി നടന്നിരുന്ന എൻ്റെ ഈ പെരുവന ക്ഷേത്രം ചുറ്റുപാടുകൾ എല്ലാം കേട്ടോ. അത് കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലം കൂടിയാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭഗവതിയുടെ പ്രദക്ഷിണം കഴിഞ്ഞ് ചേർപ്പിലേക്ക് തിരിച്ച് പോവുകയാണ് കേട്ടോ
ഭഗവതി. അപ്പോൾ അതും കാണാനൊക്കെ സാധിച്ചു. എല്ലാ സന്തോഷത്തോടും സമാധാനവും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേട്ടോ. എല്ലാവർക്കും നന്മകൾ വരട്ടെ. അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റാ ബൈ ബൈ.